8 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2017 ഏപ്രിൽ 9 കേരളത്തെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊല ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ്. ആ വീട്ടിലെത്തിയാൽ ഇപ്പോഴുമുണ്ട് തീ പടർന്നു പിടിച്ച അടയാളം. അവിടെ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് 4 മൃതദേഹങ്ങൾ കണ്ടത്. പ്രൊഫസർ രാജ തങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോളിൻ, ബന്ധു ലളിത എന്നിവരെ കൊലപ്പെടുത്തിയത് മകൻ കേഡൽ ജിൻസൺ രാജയാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്റ്റർ പ്രൊജക്ഷൻ എന്ന വിചിത്ര പരീക്ഷണത്തിനു വേണ്ടി നടത്തിയ കൂട്ടക്കൊല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേഡൽ ഏകപ്രതിയായ കേസിൽ നാളെ വിധി വരും. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. എട്ട് വർഷം മുൻപ് കേരളത്തെ ഒന്നടങ്കം നടുക്കിയ കൂട്ടക്കൊല. കൊലപാതകം നടന്നതാകട്ടെ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമായ നന്ദൻകോട്. ഒരു 30-കാരൻ കൊലപ്പെടുത്തിയത് മാതാപിതാക്കളും സഹോദരിയുമടക്കം കുടുംബത്തിലെ 4 പേരെയാണ്. ആ കൊലയാളിയുടെ പേരും മുഖവും കേരളം ഒരിക്കലും മറക്കില്ല. പ്രതിയുടെ പേര് കേഡൽ ജിൻസൺ രാജ. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വാക്കും മലയാളികൾ അന്നാണ് കേട്ടത്. ശരീരത്ത് നിന്ന് ആത്മാവ് വിട്ടുപോകുന്നത് കാണാനായിരുന്നു കൊലപാതകങ്ങളെന്നാണ് പിടിക്കപ്പെട്ടപ്പോൾ പ്രതി കേഡൽ പോലീസിന് നൽകിയ മൊഴി. ഏപ്രിൽ 9 ക്ലിഫ് ഹൗസിന് സമീപമുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്ടിൽ നിന്ന് വലിയ തോതിൽ പുക ഉയർന്നു. വീടിന് തീപിടിച്ചതാകാമെന്ന് കരുതി പ്രദേശവാസികൾ ഓടിക്കൂടി. അഗ്നിശമന സേനയെ വിവരമറിയിച്ചു. വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കടന്നപ്പോൾ കണ്ടത് കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ. അവയ്ക്കരികിലായി കിടക്കവിരിയിൽ പൊതിഞ്ഞ നിലയിൽ മറ്റൊരു മൃതദേഹവും. പ്രൊഫസർ രാജതങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോലിൻ, ബന്ധു ലളിത എന്നിവരെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വെട്ടിയും കഴുത്തറുത്തും കൊന്ന ശേഷമായിരുന്നു കത്തിച്ചത്. ക്രൂര കൊലപാതകങ്ങൾക്ക് ശേഷം കേഡൽ ചെന്നൈയിലേക്ക് പോയി. അവിടെ നിന്നും തിരിച്ചെത്തിയപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് കോടതിയിൽ പ്രതി കേഡൽ ജിൻസൺ രാജ വാദിച്ചു. കൊലപാതകം നടന്നപ്പോൾ താൻ തിരുവനന്തപുരത്തില്ലായിരുന്നു. ആ സമയം ചെന്നൈയിൽ അലഞ്ഞു നടക്കുകയായിരുന്നുവെന്നാണ് കേഡലിന്റെ വാദം. ഈ വാദത്തിന് തെളിവില്ലെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. വിദേശ പഠനത്തിനിടെയാണ് കേഡൽ ദുർമന്ത്രവാദ സംഘത്തിന്റെ വലയിൽപ്പെട്ടത്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ദുർമന്ത്രവാദത്തിനായി വീട്ടുകാരെ തന്നെ ഇരകളാക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം.